Hi, my dear and dearest ones. Welcome to Eagle Learning. നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പല മക്കളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അറ്റൻഡ് പോലും ചെയ്യില്ല. കാരണം നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഈ ഒരു ടോപ്പിക് ഏതാണ്, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്. ഇറ്റ് ഇസ് വെരി ടഫ്. ആറ്റം കണ്ടുപിടിക്കാൻ അറിയില്ല, മോളിക്യൂൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഫുൾ കൺഫ്യൂഷൻ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ മക്കളെ 100% ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഈ ഒരു കോണ്ടന്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യു വിൽ നെവർ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ. കാരണം അത്രയും ഈസി ആയിട്ട് അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും നമുക്ക് ആൻസർ എഴുതാനും പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എടുത്തു പറയുകയാണെ, മിഡ് ടേം ആവട്ടെ, ഓണപരീക്ഷ ആവട്ടെ, ക്രിസ്മസ് എക്സാം ആവട്ടെ, ആനുവൽ എക്സാം ആവട്ടെ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ടോപ്പിക്കിൽ നിന്ന് 100% ചോദ്യം വന്നിരിക്കും. അത്രയും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമുക്ക് കൺസെപ്റ്റിലേക്ക് പോവാം അല്ലേ. ആദ്യം നമ്മൾ ചെയ്യുന്നത് മോളിക്യൂൾസിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്, ആദ്യം മോളിക്യൂൾ എന്താണെന്ന് അറിയണം അല്ലേ. മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ്ലി നിൽക്കാൻ സാധിക്കുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ ഹൈഡ്രജൻ ഞാൻ എടുക്കുകയാണ്. ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്, എച്ച് ആയിട്ട് നിൽക്കൂ, ഇല്ല. കാരണം എന്താണ്, എച്ച് എപ്പോഴും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെയും കൂടിയും കൂട്ടിച്ചേർത്തിട്ട് H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, H2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വൺ മോളിക്യൂൾ. എത്രയാണ്, വൺ മോളിക്യൂൾ എന്നാണ് അർത്ഥം. കാരണം ഇറ്റ് ഇസ് എ ഡൈ അറ്റോമിക് മോളിക്യൂൾ അല്ലേ. ഹൈഡ്രജൻ ആവട്ടെ, ക്ലോറിൻ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഏതാ പറയുക, ഓക്സിജൻ ആവട്ടെ, നൈട്രജൻ ആവട്ടെ, ഇതെല്ലാം ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. N2, H2, Cl2, O2 എന്നൊക്കെ പറയുന്നതാണ് ഓരോരോ മോളിക്യൂൾസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, 2H2 എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് മോളിക്യൂളിന്റെ എണ്ണം കിട്ടിയില്ലേ, രണ്ടെന്ന് കിട്ടിയില്ലേ, അത്രയിലൂടെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, സൾഫർ ആണ്. സൾഫറിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഇസ് എ പോളി അറ്റോമിക് മോളിക്യൂൾ അല്ലെ, ബഹു അറ്റോമിക തന്മാത്രയാണ്. S8 ആയിട്ടാണ് ഇൻഡിപെൻഡന്റ്ലി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, S8 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണെന്ന് പറയാം അല്ലെ. സൾഫറിന്റെ ഒരു മോളിക്യൂൾ ആണ് എന്ത്, S8 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3S8 എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ആയിരിക്കും, 3S8. അതായത് അവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്, 3 മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് ആണ്, സംയുക്തമാണ്, വാട്ടർ. നമുക്കറിയാം ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് H2O. ഇവിടെ നോക്കിക്കേ, H2O എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു വാട്ടർ മോളിക്യൂൾ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 5H2O എന്ന് പറഞ്ഞാലോ, 5 ജല തന്മാത്ര അല്ലെങ്കിൽ 5 വാട്ടർ മോളിക്യൂൾ എന്നാണ് 5H2O വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ തന്നതിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, 2NH2 2H2 3S8 5H2O. ഇത് ഏതൊരു കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ മുന്നിൽ ഏത് നമ്പർ ആണോ എഴുതിയിരിക്കുന്നത് അത് തന്നെയല്ലേ മോളിക്യൂളിന്റെ എണ്ണം വരുന്നത്. അതേപോലെ ഹൈഡ്രജൻ S8H2 ഒക്കെ നോക്കുക, ഇവിടെ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ എന്തുണ്ട്, 1 എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ട് അല്ലെ. H2 എന്ന് പറഞ്ഞാൽ 1 ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്, S8 എന്ന് പറഞ്ഞാൽ 1 സൾഫർ മോളിക്യൂൾ ആണ്. ഇനി H2O എന്ന് പറയുന്നത് 1 വാട്ടർ മോളിക്യൂൾ ആണെന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിളിൽ ഞാൻ എടുത്തിരിക്കുന്നത് ആറ്റങ്ങളെ നമുക്ക് എങ്ങനെ കണ്ടെത്താന്നാണ് കേട്ടോ. ആറ്റങ്ങളെ കണ്ടെത്തുമ്പോൾ എൻ്റെ മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ Na എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോണോ അറ്റോമിക് മോളിക്യൂൾ. Na എന്താണ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു Na തന്നിട്ടുള്ളൂ, അതായത് ഇതിൻ്റെ അകത്ത് ഒരു ആറ്റമേ ഉള്ളൂ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, 4Na ആണ്, 4 സോഡിയം ആറ്റം ഉണ്ടെന്നാണ് അർത്ഥം. കിട്ടി, ഉത്തരം കിട്ടി. 4Na എന്ന് പറഞ്ഞാൽ 1 2 3 4 4 സോഡിയം ആറ്റം ഉണ്ട്, അത്ര തന്നെയുള്ളൂ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, H2 മോളിക്യൂൾ ആയിരുന്നെങ്കിൽ 1 ആണ്, കാരണം H2 ആയിട്ടാണ് ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആറ്റം നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, H2 ഉണ്ടാവണമെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം വേണം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 2 എന്ന് എഴുതാം. ഇനി അടുത്ത കേസ് നിങ്ങൾ നോക്കിക്കേ, 2H2. അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ 2 എന്തുണ്ട്, H2 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 2 that is equal to 4 ഹൈഡ്രജൻ ആറ്റം ആണല്ലേ. കാരണം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം വേണം. അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടാവണമെങ്കിൽ എത്ര വേണം, 4 ഹൈഡ്രജൻ ആറ്റംസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്തത് S8 എടുക്കുകയാണ്. S8 നോക്കിക്കേ, 8 സൾഫർ ആറ്റം വേണ്ടേ. അങ്ങനെയാണെങ്കിൽ 3S8 എന്ന് പറഞ്ഞാൽ എത്രയാണ്,
3 into 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സൾഫർ ആറ്റംസ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മോളിക്യൂളിന്റെ എണ്ണം വെച്ചിട്ട് ആറ്റങ്ങളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 3 into 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വ്യത്യസ്ത ആറ്റങ്ങളാണ് കൂടി ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെ, H2O. അതിനകത്ത് 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് എത്രയാണ് വരുന്നത്, മൊത്തം ആറ്റങ്ങളുടെ എണ്ണം 2 + 1 3 എന്ന് കിട്ടി. അത്രയേ ഉള്ളൂടാ. അത് ഏത് എക്സാമ്പിൾ ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി NH3 ആണെങ്കിലോ, N എന്ന് പറയുന്നത് 1 ഉള്ളൂ, H എന്ന് പറയുന്നത് ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര കിട്ടി, 4 ആറ്റം എന്ന് കിട്ടിയില്ലേ. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിളിലേക്കാണ് 3NaCl. NaCl എന്ന് പറയുന്നത് ഉപ്പാണ്. Na എന്ന് പറയുന്നത് ഒരു ആറ്റവും Cl എന്ന് പറയുന്നത് വേറൊരു ആറ്റവുമാണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 3 എന്ന് പറയുന്നത് ഈ Naക്കും ബാധകമാണ്, ഈ 3 എന്ന് പറയുന്നത് എന്താണ്, ക്ലോറിനും ബാധകമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 3 into, ശ്രദ്ധിക്കണേ, നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ഗുണിക്കണം സോഡിയം ആറ്റത്തിന്റെ എണ്ണം എഴുതുന്നു 1 പ്ലസ് ക്ലോറിൻ ആറ്റത്തിന്റെ എണ്ണം എഴുതുന്നു 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് ലഭിച്ചു കേട്ടോ. ഞാൻ ഒന്നും കൂടിയും പറയുകയാണെ, നമുക്ക് ഇതെല്ലാം 1 മോളിക്യൂൾ ആയിരുന്നു. അപ്പം നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കൂട്ടി എഴുതി. ഇനി നിങ്ങളെടുത്ത് 2 കൂടുതലോ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, 3NaCl ആയതുകൊണ്ട് 3 into 3 ഗുണിക്കണം എത്ര സോഡിയം ആറ്റം ഉണ്ട്, എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്, അത് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ നിങ്ങൾ, 2CO2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് പറയാം ഈ 2 എന്ന് പറയുന്നത് ഈ കാർബണും ബാധകമാണ്, ഈ ഓക്സിജനും ബാധകമാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഗുണിക്കണം, ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ കാരണം ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആളുകളെ നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്, ഒരിക്കലും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാർബൺ നമുക്ക് ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, ഒരു കാർബണേ ഉള്ളൂ, ഞാൻ 1 എന്ന് എഴുതി. ഓക്സിജൻ നമുക്ക് ഇവിടെ എത്രയുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ +2 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നത്, 2 into 3 നമുക്ക് 6 എന്ന് തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 3 ഗുണിക്കണം 2 ഗുണിക്കണം, അവിടെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, അവിടെ എഡിഷൻ അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും എഴുതാം, ഇവിടെ 3 സോഡിയം ഉണ്ട് +3 ക്ലോറിന്, 3 + 3 6 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, 2 കാർബൺ ഉണ്ട്, ഇവിടെ 2 into 2 4 ഓക്സിജൻ ഉണ്ട്, 2 + 4 6 എന്ന് എഴുതാം. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ടോപ്പിക്ക് വേറെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പം കംപ്ലീറ്റ് ആറ്റങ്ങളുടെ എണ്ണം, ഇത്രയും നേരം നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടെത്തിയത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ഫോർമുല തന്നിട്ട് അതിൻ്റെ അകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര സൾഫർ ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല ഇറ്റ് ഈസ് H2SO4. ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ. നോക്കിക്കേ, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, യെസ് 2 H2 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് പറയാം ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മെനി സൾഫർ ആറ്റംസ് ആർ ദെയർ. നോക്കിക്കേ, H2SO4 ഒരു സൾഫർ ആറ്റം അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, only 1 സൾഫർ ആറ്റം is there. ഇനി ഓക്സിജന്റെ കേസ് എടുക്കുകയാണെ, ഓക്സിജന്റെ കേസ് പോവുകയാണെങ്കിൽ O4 ഉണ്ട്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ചോദിക്കുന്നത് പരീക്ഷ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിക്കാം. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ് 2 molecule of sulfuric acid എന്ന് പറയാണ്. 2 molecule of sulfuric acid എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, 2H2SO4 എന്നാണ് എഴുതേണ്ടത്. കാരണം എന്താണ്, 2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 സൾഫ്യൂരിക് ആസിഡിന്റെ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ 2H2SO4 ആണ്. ഇനി നിങ്ങൾ പറഞ്ഞ ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ഗുണിക്കണം 2 അല്ലേ. കാരണം എന്താണ്, 2 മോളിക്യൂൾ ആണുള്ളത്. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു, 4 ഹൈഡ്രജൻ ആറ്റം എന്ന് കിട്ടുന്നു. ഇനി നിങ്ങളടുത്ത് ചോദിക്കുന്നത് എന്തായിരിക്കും, എത്ര സൾഫർ ആറ്റം ഉണ്ടെന്ന് ചോദിക്കും. എത്ര സൾഫർ ആറ്റം ഉണ്ട്, 2 ഗുണിക്കണം 1. അതെന്താ ഞാൻ 2 into 1 എന്ന് പറയാൻ കാരണം, സൾഫർ ആറ്റം അവിടെ 1 തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 1 that is equal to
2. ഇവിടെ 4 എങ്ങനെയാണ് കിട്ടിയത്? വേണമെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എൻ്റെ മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറഞ്ഞത്, 2 into 2 ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 4 ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ ഏതാണ്? ഓക്സിജൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ കേസിൽ 2 into 4, കാരണം 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ടല്ലോ ഒരു സൾഫ്യൂരിക് ആസിഡിൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നു? 2 into 4 that is equal to 8 ഓക്സിജൻ ആറ്റംസ്. മിക്ക മക്കളും തെറ്റിക്കുന്നത് എവിടെയാണെന്നറിയോ? ആറ്റങ്ങളുടെ എണ്ണം ഒക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും, മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് 2 മോളിക്യൂൾ എന്ന് തന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കുക, 2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2H2SO4 എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര സൾഫർ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ടെന്നാണ് ചോദിച്ചത്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എഴുതിയിരിക്കണം കേട്ടോ. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പൊ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്തുക. അതുപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണം, ആറ്റംസിന്റെ നമ്പറും കണ്ടെത്തുക. ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ചെയ്തുതരാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ്. ഏതാണ്? യെസ്, നമ്മുടെ NH3 അമോണിയ. ഓക്കെ, 7NH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7NH3 അല്ലേ? അപ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം അഥവാ തന്മാത്രകളുടെ എണ്ണം നമുക്ക് എത്ര പറയാം? 7 ആണെന്ന് പറയാം അല്ലേ? ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 7N ഉണ്ട്, 7H3 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പറയാം 7 into നൈട്രജൻ 1 ആണ്, ഹൈഡ്രജൻ 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 7 into എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. 7 4s are എത്രയാടാ? ഇറ്റ് ഈസ് 28. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 28 ആറ്റംസ് എന്ന് കിട്ടി കേട്ടോ. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇതെല്ലാം കണ്ടെത്തുക. ഇനി ചെറിയൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി, എത്ര പേര് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടാണ് ആൻസർ എഴുതുന്നത് എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. സോ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് oxygen atoms present in 2 molecules of sugarcane with the molecular formula is എന്താണ്? C12H22O11 എന്ന തന്മാത്ര വാക്യമുള്ള പഞ്ചസാരയുടെ 2 തന്മാത്രകളിലുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ഈ പറഞ്ഞത്. ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് 2 molecules of cane sugar. ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാരയുടെ 2 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബിക്കോസ് ഈ ഒരു വീഡിയോ എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് 4ഉം 5ഉം മാർക്കിനോളം എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ടോപ്പിക്കിന് ചോദിക്കാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? സ്റ്റേ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സോ കമന്റ് ചെയ്യാൻ മറക്കരുത്, ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ടീച്ചർ എന്തായാലും ചെക്ക് ചെയ്യുന്നതാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.